അതൊരു കാടാണല്ലോ, അപ്പൊ എന്തായാലും അവിടെ കാണാൻ കുറച്ച് കാഴ്ചകളുണ്ടാവും. അവിടുത്തെ ഉപദൈവങ്ങളായിട്ട് ആ മരങ്ങളെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് അവിടെ വിറകുകള് അമ്പലത്തിലെ ആവശ്യത്തിന് പോലും അവിടുത്തെ വിറക് ഉപയോഗിക്കൂല. ചോദിക്കും ഇരിങ്ങോൾക്കാവ് അമ്പലം. താങ്ക്സ്. അകത്താണ്. എവിടെ ഈ കാട്? കാടിന്റെ അകത്താണ് അമ്പലം എന്ന് പറഞ്ഞത്. അപ്പൊ ആ കാണുന്നതായിരിക്കും ബോർഡ് കണ്ടു. കാണാൻ കുളങ്ങര ഞാൻ കണ്ടില്ല. ഇരിങ്ങോൾക്കാവ്. നമ്മളെത്തി. അങ്ങനെ നമ്മള് എത്തി കേട്ടോ. ശരിക്കും ഒരു കാവ് കേട്ടാ. നല്ല ഇരുട്ടും, ഒരു ഇരുട്ടും നല്ല തണുപ്പുണ്ട്. അതാണല്ലോ കാവെന്ന് പറയുന്നത്. ഇവിടെ വണ്ടി ഒതുക്കിയാലോ? ഇത് അമ്പലം. നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. വണ്ടി അവിടെ നമ്മൾ പാർക്ക് ചെയ്തു. അടിപൊളി. നല്ല മഴ മൂടി നിൽക്കണ ഒരു അന്തരീക്ഷം പോലെ. ഈ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും വഴിയുണ്ട്. ഈ കാണുന്നത് ഒരു വഴിയാണ്. കുറച്ച് സ്വസ്ഥതയും ശാന്തതയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നോക്കിപ്പോയാൽ മതി. നല്ല തണുപ്പ്, പക്ഷികളുടെ സൗണ്ട്. ഏതാ ഈ മരം? വലിയൊരു മരമായിരുന്നേ. ഏത്? എവിടെ? അല്ലല്ല, ഇത് കാട്ടിലൊക്കെ ഉള്ള. ഈ മരത്തിൻ്റെ ആയുസ്സൊക്കെ തീർന്നിട്ട് നിൽക്കുക. കഴിഞ്ഞു. എത്ര വർഷമല്ലേ അത് ജീവിച്ചു. ഈ വഴി വഴി തെറ്റി പോകല്ലോ എന്നുള്ള പേടിയാണ്. അങ്ങോട്ട് ഇറങ്ങിയാലും നമ്മൾ വഴിയിലോട്ടാവും. അതെ അതെ അതെ. 4 വശം വഴിയാണ്. ഇടയ്ക്ക് നിങ്ങളൊക്കെ വരണം, ഇവിടെ വന്ന് തൊഴണം. അത്രയ്ക്കും മനോഹരമാണ്. ഏതാ? ഓ, നിങ്ങൾ മാറി മാറി വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ, ഒരു നല്ല ഏരിയ ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യർ അത് കാണുന്നതിന് നേരം അത് മൊബൈലിലൂടെ എല്ലാവരും കാണും. അതെ, നമ്മളിത് ആസ്വദിക്കുകയല്ല. ഈ കാണേണ്ട സമയം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നീട് ഈ വീഡിയോ വീട്ടിൽ ഇരുന്നിട്ട് ആണ് ഇതൊന്ന് കണ്ട് ആസ്വദിക്കുന്നത്. സത്യത്തിൽ അന്നേരത്തെ ആ ഫീല് മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? അല്ലേ? ഈ നമ്മൾ അനുഭവിക്കുന്നത് പോലെ അല്ലല്ലോ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഈ വീഡിയോ എടുത്ത് നോക്കിയിട്ട് അനുഭവിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ലൈവായിട്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അത് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാനെടുക്കാണ്ടോ ഒരു ഇരുട്ടും വെളിച്ചം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൗരാണിക കാലത്തെ ഒരു
ആംബിയൻസ് ഒപ്പിക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60കൾ കാലഘട്ടത്തിലെ ഒരു പ്രകൃതിയും കാര്യങ്ങളും ഒക്കെ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലം. പക്ഷെ അത് പറ്റുമെന്ന് തോന്നുന്നത് നിറയാട്ട. എന്തെങ്കിലും കഴിയുമെങ്കിൽ ഇവിടെ വരണം, വന്ന് തൊഴണം. ഒരു ദിവസം ഇതിനായിട്ടൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാണല്ലോ നല്ലൊരു ഭക്തിയുടെ അന്തരീക്ഷവും ദൈവാധീനമൊക്കെ ആയിട്ട് നമുക്ക് പോകാം. ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിക്കണം. പിന്നെ എന്നിട്ട് ഈ ചുറ്റും നടന്ന് ഈ കാടുകളിലൂടെ ഒന്ന് സഞ്ചരിക്കണം. മനസ്സിൻ്റെ ഒരു ശാന്തതയുണ്ടല്ലോ, അതാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം. അതിവിടെ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ഇവിടെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കിളികളുടെ സൗണ്ട്, ഇതിൻ്റെ ഇടയിൽ ആ ഒരു നിശബ്ദതയിൽ അത് കേൾക്കാൻ എത്ര രസമാണെന്നറിയാം. ഇപ്പോൾ ദൂരെ ഒരു കൽവിളക്ക്, ദൂരെ ഒരു കൽവിളക്കുണ്ട് കേട്ടോ. ഇത് പന, ഒരു പനയുടെ ചുവട് വേരൊക്കെ കുറച്ച് വെളിയിലേക്കൊക്കെ ചാടിയിട്ട് നിൽക്കുന്നു. പാമ്പൊക്കെ ഒരുപാട് കാണും. നമ്മുടെ വീടിന് ചുറ്റുമുണ്ടല്ലോ, പിന്നെ പാമ്പ് നമുക്കൊരു പുത്തരിയല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു മോതിരവളയനെയാണ് വീടിനകത്തുനിന്ന് എടുത്തത്. അതുകൊണ്ട് പാമ്പിനെ നമുക്കത്ര പേടിയില്ല എന്ന് പറയാം. ഇതിൻ്റെ അകത്തോട്ടൊക്കെ കയറിപ്പോകാൻ പറ്റുന്ന ഓരോ വഴിച്ചാലുകൾ കാണാം കേട്ടോ. പക്ഷെ നമ്മൾ പോകുന്നില്ല. യോഗയൊക്കെ അഭ്യസിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരണം. എന്നിട്ട് എന്താ പറയുക, ഒരു ചെറിയൊരു പായ, വിരിക്കാൻ പറ്റിയൊരു പായ, അതുമായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കയറിയിരിക്കുക, യോഗാഭ്യാസം ചെയ്യുക. ഒരു അരമണിക്കൂർ നിശബ്ദതയോടുകൂടി ഇവിടെ ഇരിക്കണം. നല്ല രസമായിരിക്കും. ഇത് കൽവിളക്കാണ്. ക്ഷേത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളൊരു കൽവിളക്കാണ്. ഇതിനപ്പുറത്ത് പാടങ്ങൾ കാണാം. അമ്പലത്തിന് 4 വശമുണ്ട് കേട്ടോ ഇതുപോലെ വഴി. അതുകൊണ്ട് തന്നെ ഏത് വശത്തോട്ട് ഇറങ്ങിയാലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ഒരു സൈഡിൽ കൂടെ കയറി വന്ന് മറ്റൊരു എനിക്ക് തോന്നുന്നത് അമ്പലത്തിൻ്റെ പിറകു വശം വഴിയാണ് ഞങ്ങൾ കയറി വന്നത്. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ മുൻഭാഗമാണ്. ഇത് അങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല വഴി ഉണ്ടോയെന്നറിയില്ല, വഴി ഇല്ലെന്ന് തോന്നണം. പക്ഷേ ഗേറ്റ് പോലെ എന്തോ ഉണ്ട്. ഇതുങ്ങളെന്താ ഈ കാട്ടിലേക്ക് കയറണം? പാമ്പിനെ കണ്ടിട്ടേ പോകുള്ളൂ തോന്നണം കേട്ടോ. ഇതെവിടെ പോവാ? എന്താ ഉള്ള അവിടെ? ഷൂട്ടാണ്. കാടാണല്ലോ, അതെനിക്കറിയില്ല. ഇത് മാറ്റി കൊടുക്കും നടക്കുന്ന മക്കൾ അച്ഛനെ നിർത്തി. ശരിക്കും സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്ന സ്ഥലമാണിത്. അകത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ പലയിടത്തും സൂര്യപ്രകാശം എത്തിയിട്ടില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ സൂര്യപ്രകാശം ഉണ്ട്. വേണം അത് നമുക്ക് അങ്ങോട്ട് തിരിക്കുമ്പോൾ എടുക്കാം. പുറത്ത് നല്ല വെയില, പുറത്ത് നല്ല വെയിൽ. അകത്തേക്ക് അങ്ങോട്ട് ഇനിയും വഴിയുണ്ട്. നമുക്ക് പോയി നോക്കാം. ഒരുപാട് ദൂരം ഇല്ലെന്ന് തോന്നുന്നു. പോയി നോക്കാം.
എവിടെയും മരങ്ങളൊക്കെ ഇങ്ങനെ മറിഞ്ഞു കിടപ്പുണ്ട്. മൃഗങ്ങളുടെ കുറവേ ഉള്ളൂ കേട്ടോ ഇവിടെ. ബാക്കി എല്ലാ കാടിൻ്റെ എല്ലാവിധ ഭംഗിയും ഭൂപ്രകൃതിയും ഇവിടെയുണ്ട്. രാത്രിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര എന്താ പറയുക, ഒരു പ്രേതത്തിൻ്റെയൊക്കെ അല്ലേ ഒരു വിജനത, യക്ഷിയും അങ്ങനെയുള്ളൊരു ഫീൽ ഇവിടെ ശരിക്കുണ്ട്. നടപ്പാത നോക്കി പോകണ്ട, പണി മേടിക്കണ്ട, അതോട്ട് പോകും തോറും പാമ്പുണ്ടാവും, തീർച്ചയായിട്ടും പാമ്പുണ്ടാവും. മതി, ഒരുപാട് പോകണ്ട. ഇവിടെയൊക്കെ വലകൾ കെട്ടിയിട്ടുണ്ട്. ഈ 8 കാലിയുടെ വല ആൾക്കാർ ഇന്ന് പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അത്. ഊഞ്ഞാലേ ഊഞ്ഞാലേ പാടുന്നില്ല കേട്ടാ. ആ ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരികളൊക്കെ ആയിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ഇതിനെന്താ പറഞ്ഞ പുറ്റ്, ചെതൽപ്പുറ്റ്. സർപ്പക്കാവുകളിലൊക്കെ ചെതൽപ്പുറ്റുണ്ടാവും ഒരുപാട്. എടുക്കാനായിട്ട് അങ്ങോട്ട് കയറിച്ചില്ല, അതിനുള്ള ധൈര്യമില്ല എനിക്ക്. മതി, പോയത് മതി, പോരി. ആ പക്ഷിയൊക്കെ ഉണ്ടാവും. കുറേ നേരം നിൽക്കാൻ തൊട്ട് ഇത് നമ്മുടെ ചെത്തിയല്ലേ? ചെത്തിക്കാ പോലെ ഉണ്ട് കേട്ടോ, പഴുത്തതാ. അതിനെടുത്ത് ചവച്ച് കടിക്കൊന്നും ചെയ്തു കേട്ടോ. കാട്ടിലെ സാധനങ്ങൾ എടുത്തൊന്നും അങ്ങനെ നമ്മൾ കഴിക്കാൻ പാടില്ല. എന്താണേലും വിഷക്കായകളെ കാണും. ഇത് മറ്റേ കയറി ചവിട്ടിയാലും ഒടിയോ? എന്നെ പറഞ്ഞതാ കേട്ടോ. ഒന്ന് ആടണം ആഗ്രഹം. കിട്ടത്തില്ല മോളെ. ഭക്തിയെല്ലാം വിട്ടു ഫുൾ എൻജോയ്മെൻ്റാണ്. 4 വശം വഴി എന്നൊക്കെ ഞാൻ ആദ്യം തള്ളി, പക്ഷെ 4 വശം വഴി ഇല്ലെന്നാണ്. ഇങ്ങോട്ടൊക്കെ വരുമ്പം വഴിയില്ല. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ വഴി ഉണ്ടെന്നേ തോന്നുള്ളൂ. എവിടെ പനങ്കുല? പനയുടെ മുകളിൽ പനങ്കുലയുണ്ട്. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഈ പനങ്കുല പോലെ മുടിയുണ്ടെന്ന്. അതുപോലെ മുടിയുണ്ടെന്നാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അവിടെ കലത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പായസം എന്തുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം.
ഈ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാണല്ലോ കറക്റ്റ് ഒരു മണ്ണാറശാലയിൽ തൊഴാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള വഴികളിലൂടെ നടക്കാൻ പറ്റും. അമ്മ തൊഴുതിട്ട് ഓടി വരുവാണേ. ആഹാ, സിനിമയിലെ കാണുമ്പോൾ ഓടി വീടല്ലേ. ആ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാലോ. എന്താ നമ്മുടെ പേര്? ശ്രീദേവിയുടെ അടുത്താണ് വീട്. എന്നും വന്നു വീഴുവോ? എന്നും വരും. ഇതിപ്പോ കലശം രണ്ടാമത്തെ പ്രാവശ്യം ഇന്ന് വന്നു. പിന്നെ വരും. അത് കഴിഞ്ഞിപ്പോ നവകവും കലശമൊക്കെ ഉണ്ട്. അതിനാണ് ഇപ്പൊ ഈ അമ്പലത്തിന്റെ എത്ര ഭാഗത്തോട്ട് വഴികളുണ്ട്? 4 വശമുണ്ട്. ആണോ? സ്കൂളിന്റെ അങ്ങോട്ട് പോണ വഴി, ആ വശം, ഈ വശം കനാലിലേക്ക് കോതമംഗലം പോണ വഴിക്ക് പോണ വഴി, ആ വശത്തേക്ക് പോയ മൂവാറ്റുപുഴയ്ക്ക് പോണ വഴി, ഫ്രണ്ടില് പൂരപ്പറമ്പ്. 66 ഏക്കർ സ്ഥലമാണ്. ചുറ്റും നടന്ന് കാണാനും ഉണ്ട്. പൂരം മീനമാസത്തിൽ പൂരം. ആനകളൊക്കെ വെച്ചിട്ട് എത്ര ആന ഉണ്ടാവും? 5 ആന ഒക്കെ ഉണ്ട്. എവിടെയാ സ്ഥലം? ഞങ്ങൾ വയ്ക്കാം എവിടെ? വയ്ക്കാം അമ്പലത്തിനൊക്കെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടോ? പിന്നെ അഷ്ടമിക്ക് തൊഴാൻ വന്നിട്ടുണ്ടോ? വാരിത്തൊക്കെ ഞങ്ങളുടെ ആൾക്കാരാ. അവിടെയൊക്കെ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. ജനാവരത്ത് അമ്പലത്തിന്റെ അടുത്തൊക്കെ. അവിടെ പൂജാരി ഇപ്പോഴും ഉണ്ട്. പൂജാരി അങ്ങനെ അല്ല കാണാം. പിന്നെ എൻ്റെ പേര് അരുൺ. കാണാം. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോൻ ഷിപ്പിൽ അമർച്ച നേവിയിലാണ്. നിലമ്പൂരാണ്. അവര് ബിസിനസ്സാണ്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആയിട്ട് ഒരു ഫാക്ടറി തുടങ്ങിയേക്കണു. അതിന്റെ ഉദ്ഘാടനം ഈ ബുധനാഴ്ച അനുമോള് വന്നിട്ട്, അവരും കുറെ ചാനലുകാർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അതാ ഞാൻ ചോദിച്ചത് നിങ്ങളെ. അപ്പൊ അനുമോളുടെ ഇതിലൊക്കെ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ വീഡിയോ ഇപ്പൊ ഇട്ടിട്ടുണ്ട്, ചാനലുകാർ ഇട്ടിട്ടുണ്ട്. അവര് വീഡിയോ എടുത്തപ്പോഴും ഞങ്ങളെയൊക്കെ പിടിച്ച് നിർത്തിയായിരുന്നു. അതാ ഞാൻ ചോദിച്ചേ. എങ്ങനെയുണ്ട് ഇവിടെ തൊഴാനായിട്ട്? തൊഴാൻ ഭയങ്കര ശാന്തതയല്ലേ? ശാന്തത ഇതാണ്. നമുക്ക് അന്തരീക്ഷമാണ്, എയർ കണ്ടീഷനാണ്. സുഹൃത്തം ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ അനുഭവിക്കാൻ പറ്റുക. ഞങ്ങൾ ഇവിടെ കിടന്ന് 2-3 പ്രാവശ്യം തൊഴാൻ തന്നെ ഞങ്ങൾ സുഹൃത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ഭഗവാൻ വേഗം അങ്ങോട്ട് വിളിക്കണതാണ്. അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലമുണ്ട്. എവിടെ? പോകുമ്പോൾ ഈ കൃഷ്ണന്റെ സഹോദരിയാണ് കാവിലമ്മ. കൃഷ്ണന്റെ അമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നീലംകുളങ്ങര എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആർച്ചൊക്കെ വെച്ചിട്ട് ആ സൈഡിൽ. അപ്പോൾ അവിടെ അമ്പലക്കുളവും ഒക്കെ ആയിട്ട് അവിടെ അമ്പലത്തിൽ നിന്ന് കൃഷ്ണാവതാരമാണ്. വൈകുന്നേരം ആയാൽ നല്ല ആളാവും. ഈ കംസൻ എറിഞ്ഞിട്ട് പോയതാണ് ഭഗവതി. കംസന്റെ 8ാമത്തെ പുത്രനാണല്ലോ കൃഷ്ണൻ. കൃഷ്ണന് മുമ്പുള്ളവരെയൊക്കെ എറിയാണ് ഇതേ മുകളിലേക്ക്. കൃഷ്ണന് തൊട്ട് മുമ്പുള്ള ആളെ എറിഞ്ഞ് മുകളിലേക്ക് പോയിട്ട് താഴെ വന്നിരുന്നവളാണ്. അതാണ് ഇരിങ്ങവൾ എന്ന് പേര് വന്നത്. താഴെ വന്നിരുന്നതാണ് ഈ ഭഗവതി. അതുകൊണ്ടാണ് ഇരുന്നവൾ. പിന്നെ ഇവിടെ വേറെ ഉപദേവന്മാരൊന്നുമില്ല, വൃക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വൃക്ഷങ്ങളാണ് ഉപദേവതകൾ. അതുകൊണ്ടാണ് ഈ വൃക്ഷങ്ങളുടെ തടികളൊന്നും എടുത്ത് കത്തിക്കാൻ പോലും അടുത്തുനിന്ന് ഒരു കരിയില പോലും ഇവിടെ ഇട്ട് കത്തിക്കില്ല എന്നാണ്. കരിയില പോലും അടിച്ച് ചെല്ലാൻ പറഞ്ഞാൽ അവർ അങ്ങോട്ട് കൊണ്ട് കൃഷ്ണമ്പലത്തിലേക്ക് കൊണ്ടതാ. അവിടെ നിന്നിപ്പോ കൃഷ്ണാവതാരാണ്. നല്ല പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തി ഒരുപാടുള്ള ആളാണോ? ഞങ്ങളൊക്കെ അതെ. എന്നുവെച്ചാൽ ഈ ഏരിയ അങ്ങനെയാണ്. അങ്ങനെ അമ്പലത്തിൽ പോവാത്തവരും അങ്ങനെയുള്ളവരില്ല. ഈ ചുറ്റുവട്ടത്ത് എല്ലാവരും തന്നെ മറ്റുള്ള ജാതിക്കാർ ഉണ്ടെങ്കിൽ പോലും അവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ജോലി എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ജോലി ഞാൻ ഫാർമസി ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടില്ല, ആൾ ഷിപ്പിലാണ്. അതുകൊണ്ട് ഈ ഭക്തി ജീവിതത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണോ? ഏറ്റവും വേണ്ടതാണ്. എന്തുകൊണ്ടാണ്? ആഹാരം പോലെ തന്നെയാണ്. ഭക്തി ആഹാരം പോലെ തന്നെയാണ് വേണ്ടത്. ഏത് മതമായാലും ഏത് ജാതിക്കാരായാലും ഭക്തി വേണമെന്നാണ്.